മുരുക്കുംപുഴ കഠിനംകുളം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം എന്ന പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യം ഇന്നും കടലാസിലൊതുങ്ങുന്നു. പാലം യാഥാർത്ഥ്യമായാൽ കഠിനംകുളത്ത് നിന്ന് പൊന്മുടിയിലേക്കുള്ള ഏറ്റവും എളുപ്പമാർഗമായി ഇത് മാറുമെന്നിരിക്കെ നിലവിൽ 8 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി വേണം ജനങ്ങൾക്ക് മറുകരയെത്താൻ. മേപ്പാലം വരുന്നത് അത്യാവശ്യമായ കാര്യമാണ്. ഇവിടെ നിന്ന് കഠിനംകുളത്ത് പോകണമെങ്കിൽ 10, 15, 12 കിലോമീറ്റർ കറങ്ങിപ്പോകണം. അത് കുറേ നാൾ കൊണ്ട് വരണം പറയുന്നതല്ല, നടക്കുന്നില്ല. കറങ്ങി പോകണമെങ്കിൽ ഇവിടെ നിന്ന് 10-12 കിലോമീറ്റർ വരും കഠിനംകുളം പോകണമെങ്കിൽ. ഇതിലേ പോകണമെങ്കിൽ 2 കിലോമീറ്റർ കൊണ്ട് തീരും. അതിനുള്ള കാര്യമുള്ളത്. ശശി MLA മോഹനേന്ദ്രൻ ഇരുന്നപ്പോഴേ അത് വന്നതാണ്. ഇത് വന്നതാണ്. ഇപ്പം അനക്കമില്ല. അതിനെപ്പറ്റി ആരും പറയുന്നുമില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. 2005 ഈ പ്രദേശം കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ അന്നത്തെ MLA MA വാഹിദ് പദ്ധതി നടപ്പിലാക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി സർവേ അടക്കമുള്ള പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയതുമാണ്. എന്നാൽ പിന്നീട് വന്ന മണ്ഡല പുനർനിർണയമാണ് പദ്ധതിക്ക് തിരിച്ചടിയായത്. പ്രദേശം മംഗലപുരം പഞ്ചായത്ത്, കഠിനംകുളം പഞ്ചായത്തുകൾ ചിറയൻകീഴ് അസംബ്ലി മണ്ഡലമായി മാറി. പഞ്ചായത്തുകളിലായി വിഭജിക്കപ്പെട്ടതോടെ പദ്ധതി അധികൃതരുടെ ശ്രദ്ധയിൽ നിന്നും അകന്നുപോയി. 2005 ഈ കഠിനംകുളം മുരുക്കുംപുഴ മേൽപ്പാലത്തിൻ്റെ പണി ആരംഭിക്കണമെന്ന് തോന്നിയതുകൊണ്ട് അന്ന് ഈ സ്ഥലം കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിലായിരുന്നു. ആ കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിലെ MLA ശ്രീ MA വാഹിദ് അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ, അന്ന് ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് വക്കം പി പുരുഷോത്തമനായിരുന്നു. അദ്ദേഹം 5 ലക്ഷം രൂപ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി അത് അനുവദിച്ചിരുന്നു. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. തുടർന്ന് അങ്ങോട്ട് വന്ന മിനിസ്ട്രികളൊന്നും ഇത് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. നബാർഡ് ഇത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ തുടർന്ന് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും നടന്നതുമില്ല. ചിറയൻകീഴ് കഴക്കൂട്ടം 2 നിയോജക മണ്ഡലങ്ങളായിട്ട് മാറി. അപ്പോൾ ഈ കഠിനംകുളവും മംഗലപുരവും പഞ്ചായത്തും ഉൾക്കൊള്ളുന്ന പ്രദേശം ചിറയൻകീഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിലായി മാറി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ അതിനൊരു MLA മുൻകൈയെടുക്കുകയോ പിന്നെ ഞങ്ങൾ അടൂർ പ്രകാശിനെ കണ്ട് ഈ നിർദ്ദേശമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. മത്സ്യബന്ധന മേഖലയായ കഠിനംകുളം, കയറിന് പേരുകേട്ട ചിറയൻകീഴും ഈ പാലം യാഥാർത്ഥ്യമായാൽ തങ്ങളുടെ വാണിജ്യ അവകാശങ്ങൾ നടത്താൻ വളരെ വലിയ ഒരു അനുഗ്രഹമായി മാറും. വക്കം പുരുഷോത്തമൻ ധനമന്ത്രിയായിരുന്ന കാലയളവിൽ പദ്ധതിക്ക് പുനർജീവൻ ലഭിക്കുമെന്ന് നാട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതും ഫലമായില്ല. പാലത്തോടൊപ്പം തന്നെ ഇവിടെ ഒരു വലിയ റെയിൽവേ മേൽപ്പാലം കൂടി യാഥാർത്ഥ്യമായാൽ പ്രദേശത്തെ കായലോര ടൂറിസത്തിന് വലിയ സാധ്യതകളാണ് തുറന്നു കിട്ടുക. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് 2005 കാലയളവിൽ വാർഡ് മെമ്പർ കൂടിയായിരുന്ന അഹമ്മദ് അലി വിസ്മയ ന്യൂസിനോട് പ്രതികരിച്ചു. ഇവിടെ ഒരു മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ റെയിൽവേക്ക് മേൽപ്പാലം ഓവർബ്രിഡ്ജ് വേറെ വരും. അപ്പം ഈ തുടങ്ങുന്ന കണ്ണംകുളത്തൊരു പാലം വന്നാൽ ഇത് നേരെ ഹൈറേഞ്ചിൽ, അതായത് നമ്മുടെ പൊന്മുടി വരെ പോകാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. പക്ഷേ അത് നടന്നില്ല. അതിനുവേണ്ടി ജനങ്ങൾ ഇന്നും പലരും പല പ്രക്ഷോഭണങ്ങളും നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കായലോര ടൂറിസം സംഘടിപ്പിക്കുന്നതിനും അന്ന് 2005 മുതലേ ശ്രമം നടക്കുന്നു. പക്ഷേ തുടർന്ന് വന്നുള്ള പഞ്ചായത്ത് ഭരണസമിതികളോ അല്ലെങ്കിൽ അവിടെ വേണ്ടപ്പെട്ട മെമ്പർമാരോ MLAയോ MPയോ ഒന്നും അതിനുള്ള ശ്രമം നടത്തിയില്ല. ഏറ്റവും വികസനം വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് മുരുക്കുംപുഴ, ഈ മുരുക്കുംപുഴ കണ്ണംകുളം മേഖല. അപ്പോൾ അതിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ഏതാണ്ട് 7-8 കിലോമീറ്റർ ചുറ്റിയെ 8 കിലോമീറ്ററെങ്കിലും എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ എളുപ്പവഴി, അതായത് പള്ളിനടയിൽ ചെന്ന് കയറി ഈ മുരുക്കുംപുഴ കടവിൽ നിന്ന് ആരംഭിച്ച് ബേക്കറി മുക്കിൽ നിന്ന് തിരിഞ്ഞ് ഭഗവതി ക്ഷേത്രം വഴി കണിയാപുരം പള്ളിനടയിൽ ചെന്ന് കയറിയതിന് ശേഷമേ കഠിനംകുളത്ത് പോകാൻ പറ്റുള്ളൂ. ഇവിടെയാണെങ്കിൽ ഈ മേൽപ്പാലം വന്നാൽ 1 കിലോമീറ്റർ തികച്ചില്ല. അതാണ് സ്ഥിതി. അപ്പം നമ്മളൊക്കെ അതിനുവേണ്ടിയൊക്കെ ഇവിടുത്തെ നാട്ടുകാരും പൗരപ്രമുഖരും പൊതുപ്രവർത്തകരും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വിജയം കണ്ടെത്തിയില്ല. ഇന്നും നിൽക്കുന്നിടത്ത് തന്നെ, ഈ ശ്രമിച്ചെടുത്ത് തന്നെ, ആരംഭിച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ നിൽക്കുകയാണ്. വികസന സാധ്യതകൾ ഏറെ ഉണ്ടായിരുന്നിട്ടും അധികൃതരുടെ അവഗണനയിൽ വലയുകയാണ് മുരുക്കുംപുഴ കഠിനംകുളം നിവാസികൾ. വിസ്മയ ന്യൂസ്, കഠിനംകുളം.